ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാൽപ്പാറയിൽ നിന്ന് വാഴച്ചാലിലേക്ക് ഒരു 2.5 മണിക്കൂർ കാട്ടിക്കൂടെ ഒരു എക്സൈറ്റിംഗ് യാത്രയാണ്. നമ്മൾ ആനിമൽ സൈറ്റൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല, പ്രാർത്ഥിക്കുന്നു കിട്ടട്ടെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഷോലയാർ ഡാമിലാണ്. അപ്പോൾ ഡാമിൻ്റെ കാഴ്ചകൾ നിങ്ങളെല്ലാവരും കാണിച്ചു തരാം, വാ. പൊള്ളാച്ചിക്കും വാൽപ്പാറയ്ക്കും ഇടയിലായിട്ടാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. മെയിനായിട്ടും അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഡാം യൂസ് ചെയ്യുന്നത്. ഈ ഡാമിനോടനുബന്ധിച്ച് തന്നെ മനോഹരമായിട്ടൊരു പാർക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുതൽ ആനമലൈ ടൈഗർ റിസർവ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പാസ് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് വലിയ ഭാഗ്യമാണ്. ഒരാഴ്ചയായിട്ട് അവരിവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ന് മുതലാണ് ഇവിടെ ഇതിലേക്കുള്ള എൻട്രി പാസ് കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ ഇപ്പം നമ്മൾ മങ്കി ഫോൾസിൽ എത്തിച്ചേർന്നു. ഇവിടെ ആക്ച്വലി ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് ഈ പുറമേ നിന്നുള്ളൊരു വ്യൂ മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ മങ്കി ഫോൾസിൻ്റെ അവിടെ കയറി. പക്ഷേ മങ്കി ഫോൾസിൻ്റെ അവിടെ കയറിയെങ്കിലും മൊത്തം നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റിയില്ല. കാരണം ഈ വരുന്ന വഴി മിക്കയിടത്തും ബ്ലോക്കാണ്. പല സ്ഥലങ്ങളും പല ടൂറിസ്റ്റ് സ്പോട്ടുകളും അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇവിടെ മണ്ണിടിച്ചിലും ഒക്കെ ഭീഷണിയുണ്ടെന്നാണ് അവർ പറയുന്നത്. ഏതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഇന്ന് കവർ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ കയറിയ ആ റിസർവോയറിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹോൺബിൽ വ്യൂ പോയിന്റിലാണ്. ഇവിടെ നമുക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ വേഴാമ്പലിൻ്റെയൊക്കെ സ്വരം അത് കരയുന്ന സ്വരം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ജംഗിൾ സഫാരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ മ്യൂസിയം, കേട്ടോ, മ്യൂസിയം അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയൊരു മ്യൂസിയം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ആ വ്യൂ പോയിന്റും നമുക്ക് വേഴാമ്പലിനെ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമോ എന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ശരിക്കും ഇതിൻ്റെ നേരിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലനാണ്, കേട്ടോ. അത്രയ്ക്കും നമുക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്കും നല്ല കിടിലൻ വ്യൂ പോയിൻ്റാണിത്. അപ്പം ഈ റൂട്ട് പോകുന്നവർ മറക്കാതെ നോട്ട് ചെയ്ത് വെച്ചാൽ ഈ ഹോൺബിൽ വ്യൂ പോയിൻ്റ് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. ഇനി ഇതിനോടനുബന്ധിച്ചുള്ള ജംഗിൾ വോക്ക് കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ കല്ലൊക്കെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തൊരു പാത്ത് പോലെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ ഒന്ന് പോയി നോക്കാം. എന്ത് ഭംഗി ഇവിടെയൊക്കെ കാണാൻ. അത്രയ്ക്കും കിട്ടുന്ന സ്പോട്ടാണ്, കേട്ടോ ഇത്. തലേ ദിവസം ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വർഷത്തിലൊരിക്കലും ഇവിടെ ആന വരാറുണ്ടെന്നാണ്.
വാൽപ്പാറയ്ക്ക് പോകുന്ന വഴി വാട്ടർഫോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ വാട്ടർഫോൾ എന്നാണ്. അപ്പോൾ ഇവിടെ ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം ടീ എസ്റ്റേറ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എല്ലാം കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ് ഇവിടെയൊക്കെ. ഇനി അടുത്ത് കൊളുന്ന് വരാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലവും അപ്പുറം ഇപ്പുറം എല്ലാം കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ്. അങ്ങോട്ടേക്കൊക്കെ മാറി ഫുള്ള് കട്ട് ചെയ്യാതെ നിൽപ്പുണ്ട്. കണ്ടോ, നല്ല ഗ്രീനറി ആയിട്ട് നല്ല ഭംഗിയുണ്ട് അവിടെ എല്ലാം കാണാൻ. ഇവിടെ ഈ സൈഡാണെങ്കിലും കണ്ടപ്പോൾ ഒരു നല്ല ഒരേപോലെ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതിൻ്റെ ഒരു ഭംഗി തോന്നി. അതുകൊണ്ടാണ് ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഷോലയാർ ഡാമിൽ എത്തിച്ചേർന്നു. ഇത് വാൽപ്പാറയ്ക്കും ആതിരപ്പള്ളിക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം പോകുന്ന വഴി ഇതേ കൊളുന്നൊക്കെ നുള്ളി കറക്റ്റായിട്ട് ഓരോ ചാക്കിലാക്കി കെട്ടി തൂക്കി എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മൾ ഉള്ളിലോട്ട് കയറിയത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഫുള്ള് കാടാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്തു നിന്നായിരുന്നു നേരത്തെയൊക്കെ നമ്മൾ എഴുതി കൊടുത്തായിരുന്നു അകത്തോട്ട് നമ്മൾ ഈ കയറുന്ന ഇൻ ടൈമും ഇവിടെ നോട്ട് ചെയ്യണം. നമ്മൾ ഫുൾ ഇനിയും കാട്ടിക്കൂടെയാണ് അടുത്ത ഒരു 3 മണിക്കൂറോളം യാത്ര ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സമയം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 4:16. ഇവിടൊക്കെ ശരിക്കും ആനിമൽസിനെ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഇടമാണ്. നമുക്ക് നോക്കാം. ആനയൊക്കെ ഇതിലേക്കൂടെ വെള്ളം കുടിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം മറ്റേ ആനപ്പിണ്ടം കിടപ്പുണ്ട്. ഇതിയൊക്കെ ആനയുടെ സാന്നിധ്യം കൂടുതലായിട്ട് മിക്ക ദിവസങ്ങളിലും ആളുകൾ കണ്ടിട്ടുള്ള ഏരിയയാണ്. ഇവിടെ ഒരു ഡാമുണ്ട്. അപ്പോൾ ഈ ഡാമിനോടനുബന്ധിച്ചാണ് കൂടുതലും ആനയുടെ പ്രസൻസ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ സമയം 5 മണിയായി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചെറിയ ഇരുട്ടൊക്കെ പോലെയാണ് തോന്നുന്നത്. പുറത്തുനിന്ന് ഇങ്ങനെ നല്ല വെളിച്ചം ഇടയ്ക്കൊക്കെ അടിച്ചു വരുന്നുണ്ട്. എങ്കിലും കൂടുതൽ സ്ഥലവും ഇരുട്ട് പിടിച്ച പോലെയാണ് കിടക്കുന്നത്. ഇപ്പോഴേ ഇവിടുന്ന് നമുക്ക് നല്ലൊരു വെട്ടം വരുന്നുണ്ട്. വീണ്ടും ഇരുട്ടിലേക്ക് നമ്മൾ പോവാണ്. ഇപ്പോൾ കാടിനുള്ളിൽ ഇത്രയും വെട്ടവും ഉള്ള സമയത്ത് തന്നെയും ഇത്രയും ഇരുളിമയുണ്ട്. മുളങ്കാടായതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ നല്ല സാധ്യതയുണ്ട്. നമുക്കറിയത്തില്ല, ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ആനിമൽ സൈറ്റിംഗ് കിട്ടുന്നതൊക്കെ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പെൻസ്റ്റോക്ക് പാലത്തിലാണ്. മുളയെല്ലാം ഒടിച്ച് ഇവിടെ ചവിട്ടി ഇടിച്ച് ഇട്ടിട്ടുണ്ട്. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു മുള. ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുള. ഉണ്ടോ, അതെല്ലാം ഒടിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നെ അടിപൊളി ഇവിടെ കാണാൻ. വാവ്, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവസാനത്തെ ആനയെ കണ്ടു. അങ്ങോട്ട് നോക്കിയേ, അടിപൊളിയാ.
നമ്മൾ കുറേ നേരമായിട്ട് ആഗ്രഹിക്കുവാണ് അവനെ കണ്ടാ മതിയെന്ന്. ശരിക്കും നമ്മുടെ വീഡിയോ കിടിലനായി പോയി കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഞങ്ങളിങ്ങനെ നിരാശരായിട്ട് കടന്നു വന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് നമുക്ക്. 2 എണ്ണം ഉണ്ട് അല്ലേ? 2 ഉള്ളോ? അച്ഛനാണ് അമ്മയാണ് നല്ല ദൂരം കാണാൻ. ഇത് കണ്ടോ, ചവിട്ടി കൂട്ടിയിട്ടേക്കുന്ന കണ്ടോ? ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം ചവിട്ടി കൂട്ടി. ഇപ്പൊ എങ്ങാണ്ട് ഇതിലേ കൂടെ പോയതാണ്. കൊണ്ടതേ ഉണ്ടോ, ഈ ഒരു കൂട്ടം ആന ഇതിലേ കൂടി ഇപ്പൊ പോയിട്ടുണ്ട്. ഈ വഴി എങ്ങാണ്ട് വന്നതാ. പക്ഷെ ഇവിടെ മുഴുവൻ ചവിട്ടി മെതിച്ചിട്ടേക്കുവാ. വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തുവാണ്. ഇന്നത്തെ യാത്ര നല്ല വിജയകരമായി തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോ ഏകദേശം 6:42 ഇപ്പോഴും മലക്കപ്പാറ പോകാനുള്ള ബസ് ഇവിടുന്ന് ഇന്നാവുന്നുണ്ട് വാഴച്ചാലിന്ന്. ഇതെങ്ങനെ പോലെ 2.5-3 മണിക്കൂർ എടുക്കും അങ്ങ് ചെല്ലാൻ. നമ്മൾ ഇവിടെ ഈ ചെക്ക് പോസ്റ്റ് 6:43 എത്തിച്ചേർന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ അവിടെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല, ഇപ്പൊ ക്ലോസ്ഡ് ആണ്. ഇവിടെ 8 മണി മുതൽ 5 മണി വരെ ടൈമുള്ളൂ. അപ്പൊ നമ്മൾ ഈ വന്ന വഴിക്ക് പല സ്പോട്ടുകളും ഇങ്ങനെ കവർ ചെയ്ത് വന്ന കാരണം ഇവിടെ നമുക്ക് വരാൻ പറ്റിയില്ല. 5 മണിക്ക് മുമ്പ് വന്ന് ഇതുകൂടെ കവർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, ഇത് മോസ്റ്റ്ലി മിക്കവരും ഇവിടെ വന്നിട്ടുള്ളതായിരിക്കാം. ഇനി ഒരിക്കൽ എപ്പോഴെങ്കിലും ഇതിലേക്കൂടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയിൽ ഇതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമായി. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആനിമൽ സൈറ്റ് നമ്മുടെ ഈ വീഡിയോയിൽ വരണമെന്നുള്ളത്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആനയെ നമുക്ക് കിട്ടി. അതുപോലെ സിംഹവാലൻ, കുരങ്ങൻ, മ്ലാവ്, മയിൽ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആനയെ നമുക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതിനു മുമ്പ് ഞങ്ങൾ ഇതിലേക്കൂടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആനയെ കാണാൻ പറ്റിയിരുന്നില്ല. അതിന് പകരം നമുക്ക് നമ്മുടെ ബൈസൺ അതിനെയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഇന്ന് ബൈസിനെ കാണാൻ പറ്റിയില്ല, പക്ഷെ ആനയെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ഞാനതുകൊണ്ട് ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ.